നമ്മളെ നാട്ടിൽ സെൻസസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നാളെ വരെ നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ ഡീറ്റെയിൽസൊക്കെ ഓൺലൈന് സെൻസസിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കപ്പോൾ ഒരു കോഡ് കിട്ടും. ആ കോഡ് സെൻസസ് എടുക്കാൻ വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. നമ്മളെ സമയമൊക്കെ നമുക്ക് ഒരുപാട് ലാഭിക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മൊബൈൽ ഉപയോഗിച്ച് അങ്ങനെ സെൻസസിൽ നമ്മളെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യം നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് sc.census.gov.in എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ സൈറ്റിൽ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണാൻ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ സൈറ്റിൽ ഇവിടെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ഗൃഹനാഥൻ്റെ പേരും നമ്മുടെ മൊബൈൽ നമ്പറും വേണമെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ ബട്ടൺ എടുക്കുക. നമുക്കൊരു OTP കിട്ടും. ആ OTP നമ്മൾ ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മുകളിലായിട്ട് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം, അതും സെലക്ട് ചെയ്യട്ടെ. ഞാൻ മലയാളം സെലക്ട് ചെയ്തത്. എന്നിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ ഇതിൽ അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഓക്കെ ബട്ടൺ അടിക്കുക. നമ്മുടെ സംസ്ഥാനം അവിടെ കേരള എന്നുണ്ടാവും. പിന്നെ നമ്മുടെ സ്ഥലം, ജില്ല അവിടെ കൊടുക്കുക. ജില്ല കൊടുത്തതിന് ശേഷം താഴെ പിൻകോഡ് എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അറിയപ്പെടുന്ന സ്ഥലം നമ്മളവിടെ കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ ആ സ്ഥലം വരും. അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടൺ അമർത്തിയതിന് ശേഷം നമുക്കൊരു ലൊക്കേഷൻ കിട്ടും. അതായത് നമ്മളെ വീടിൻ്റെ ലൊക്കേഷൻ. അവിടെ നമ്മളെ വീടിൻ്റെ മുകളിലായിട്ട് ആ യെല്ലോ ലൈന്, ആ ഡോട്ട് അവിടെ കറക്റ്റായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ സൈഡിലോട്ടൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്താണ്ട് നമ്മളെ വീട് എവിടെ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് സ്ഥലം സ്ഥിരീകരിക്കുക എന്നുള്ളതിൽ ടിക്കിടുക. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട സ്ഥലമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണോ എന്നാണ് ചോദ്യം. അവിടെ നമ്മൾ വേണമെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ വീടിൻ്റെ വിശദാംശങ്ങളാണ് കൊടുക്കേണ്ടത്. നമ്മളെ വീടിൻ്റെ അടിഭാഗം എന്താണ് ചെയ്തിട്ടുള്ളത്, ടൈൽസാണോ മാർബണൈറ്റാണോ എന്താണെന്നുള്ളത് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ വീടിൻ്റെ ചുമര് എന്താണെന്നുള്ളത് കൊടുക്കുക. അധികം എല്ലാവരും സിമൻറ്റ്, ചുണ്ണാമ്പ് കല്ല്, പൂശിയ കല്ല് എന്നുള്ളതാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ മേൽക്കൂര എന്താണെന്നുള്ളത് ഉണ്ടാവും. അവിടെ നമ്മൾ കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കോൺക്രീറ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇതിൽ കാണുന്ന ഈ ഡീറ്റെയിൽസുകളൊക്കെ നമ്മളൊന്ന് ടിക്കറ്റ് കൊടുത്തിട്ട് സേവ് ആക്കുക. ഇനി നമ്മൾ നമ്മളെ കുടുംബത്തിൻ്റെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. കുടുംബത്തിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൊടുക്കുക. കുടുംബനാഥൻ്റെ പേര് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അത് നമ്മളൊന്ന് മലയാളത്തിലൊന്നും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ആണോ പെണ്ണോ എന്നുള്ള കാര്യം കൊടുക്കുക. നമ്മൾ പിന്നെ പട്ടികജാതി പട്ടികവർഗ അതിലേതെങ്കിലുമൊക്കെ ആണോ എന്നുള്ളത് കൊടുക്കുക. പിന്നെ വീടിൻ്റെ ഉടമസ്ഥ, അത് നമ്മൾ സ്വന്തമാണെങ്കിൽ സ്വന്തം എന്ന് കൊടുക്കുക, വാടകയ്ക്കാണെങ്കിൽ വാടക എന്ന് കൊടുക്കുക. പിന്നെ മുറികളുടെ എണ്ണം കൊടുക്കുക. പിന്നെ കുടുംബത്തിൽ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണം അത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ഇനി കുടുംബത്തിന് ലഭ്യമായ സൗകര്യങ്ങൾ, നമ്മൾ കുടിവെള്ളത്തിനെ കുറിച്ച്, കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്നുള്ള കൊടുക്കുക. കിണറാണ് കിണർ, കുഴൽക്കിണറാണ് കുഴൽക്കിണർ എന്ന് കൊടുക്കുക. പിന്നെ കുടിവെള്ളത്തിൻ്റെ ലഭ്യത ചോദിക്കും. അപ്പോൾ നമ്മളെ പരിസരത്ത്, നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുള്ളതാകുമ്പോൾ പരിസരത്ത് നിന്ന് കൊടുക്കുക. പിന്നെ വെളിച്ചത്തിൻ്റെ സ്രോതസ്സ് ചോദിക്കും. അത് നമ്മൾ വൈദ്യുതിയാണ് വൈദ്യുതി. പിന്നെ സോളാർ ഉള്ളവർക്കാണ് സോളാർ ചെയ്യുക, അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ കക്കൂസിൻ്റെ ലഭ്യത ചോദിക്കും. അപ്പോൾ നമ്മൾ കുടുംബത്തിലുള്ളതിനോട് നമ്മൾ കുടുംബത്തിന് മാത്രമുള്ള ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ചോദിക്കുന്നത് ഏത് തരം പിന്നെ കക്കൂസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ പൊതുവെ എല്ലാവരും സെപ്റ്റി ടാങ്കുള്ളതാണ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പിന്നെ നമ്മുടെ അഴുക്ക് വെള്ളം നമ്മൾ പുറത്തോട്ട് എങ്ങോട്ടാണ് കളയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം. അപ്പോൾ മൂടിയ ഡ്രൈനേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ പരിസരത്ത് കുളിക്കാനുള്ള ലഭ്യമായിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കുക, കുളിമുറികളിൽ ടിക്ക് ചെയ്യുക. പിന്നെ അടുക്കളേൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. അവിടെ നമുക്ക് നമ്മുടെ LPG ഗ്യാസ് നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടാണ് പാചകം ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അവിടെ നമ്മൾ അടുക്കളയിലെ പാചകം ചെയ്യുന്നുള്ളതിൽ ടിക്കറ്റ് കൊടുക്കുക. പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ പുറത്താണെന്നുള്ള കാര്യം ടിക്കറ്റ് വായിച്ചിട്ട് അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പാചകത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്നുള്ളത്, വിറകോ മണ്ണെണ്ണ LPGയോ ഏതാ വെച്ചാൽ അത്. പിന്നെ വൈദ്യുതി ആണെങ്കിൽ വൈദ്യുതി, അതും ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് കൈവശമുള്ള ആസ്തികൾ കേട്ടോ. അത് നമ്മളെ സ്വത്തൊന്നല്ല കേട്ടോ. ഫസ്റ്റ് തന്നെ റേഡിയോന് നമുക്ക് റേഡിയോൻ്റെ സോഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല കൊടുക്കുക. പിന്നെ TV ഉണ്ടോ വയ്ക്കണേ, അപ്പോൾ TV ഉണ്ടെങ്കിൽ TV, ഡിഷ് കാര്യങ്ങൾ കേബിളാണെന്നുണ്ടെങ്കിൽ അതെന്താ വയ്ക്കുക. പിന്നെ കമ്പ്യൂട്ടർ ഉണ്ടോ എന്ന് ചോദിക്കും, ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. പിന്നെ നമ്മോട് ചോദിക്കുന്നത് ഫോണാണ്, ടെലിഫോൺ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ടെലിഫോണിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ സൈക്കിള്, അതുപോലെ തന്നെ മോട്ടോർ സൈക്കിള്, ബൈക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കണം. അവിടെ ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്ക് കൊടുക്കുക. പിന്നെ കാറ് ജീപ്പ് ചോദിക്കും, കാറുണ്ടെങ്കിൽ കാറ് കൊടുക്കുക. പിന്നെ കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം, നമ്മൾ സാധാരണ അരിയാണ് ഉപയോഗിക്കുക, അതുകൊണ്ട് നമ്മൾ അരി എന്നുള്ളതിൽ ടിക്കറ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ മൊബൈൽ നമ്പർ അവിടെ ഓട്ടോമാറ്റിക് കാണിക്കും. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക.
ഈ സമയത്ത് നമുക്കൊരു പ്രിവ്യൂ കിട്ടും. അതായത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൻ്റെ ഒക്കെ ഒരു പ്രിവ്യൂ നമുക്ക് കിട്ടും. ഈ പ്രിവ്യൂ നമ്മൾ സമഗ്രമായിട്ടൊന്ന് വായിച്ച് നോക്കുക. നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള പ്രിവ്യൂ ആണ് ഉണ്ട്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിനി ഡ്രാഫ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊക്കെ മറന്നു പോകും. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ അന്തിമ സമർപ്പണമാണ്, അത് വേണമെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കോഡ് കിട്ടും. എച്ച് എന്ന ലെറ്ററും തുടക്കത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടുന്ന എച്ച് എന്നിട്ടുള്ള ആ ലെറ്റർ വെച്ചിട്ടുള്ള ആ നമ്പർ നമ്മളെ വീട്ടിലേക്ക് സെൻസസ് എടുക്കാൻ വരുന്ന ആളുകൾക്ക് ആ നമ്പർ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അവർ ആ നമ്പർ അടിക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ ഫുള്ള് ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സമയമൊക്കെ ഒരുപാട് ലാഭിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരോട്ടും ഷെയർ ചെയ്യാൻ നോക്കുക. ഈ വീഡിയോ വളരെ ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിന് എന്നോട് ക്ഷമിക്കുക. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഇത് ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.